Hey traders, welcome back to another video. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ട്രേഡിംഗ് ജേർണലിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഞാനിത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ ഒരുപാട് ട്രേഡിംഗ് ജേർണൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ലൈക്ക് എഡ്ജ് വോങ്, അതുപോലെ തന്നെ ഒമർഷെഫിന്റെ ട്രേഡ്സിൽ പല പ്ലാറ്റ്ഫോംസ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണെങ്കിൽ പോലും ഇത്തരം പ്ലാറ്റ്ഫോംസിനെല്ലാം മന്ത്ലി ഇയർലി ബേസിലെല്ലാം എന്ത് വരുന്നുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ട്രോങ് ജേർണൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഇതിനകത്ത് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എന്റെ ട്രേഡിംഗ് ജേർണലിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നോഷന്റെ ഒരു ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നോഷൻ ആണെങ്കിൽ പോലും നോഷൻ കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ അല്ല. നമുക്കൊരു അഹ് ഒരു 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 നമ്പർ ഓഫ് റോസ് മാത്രമേ നമുക്ക് അതിനകത്ത് ആ ഒരു ജേർണലിനകത്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം എത്രയൊക്കെ നമുക്ക് റോസ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് എന്ത് വരും, കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം സ്ട്രോങ് ജേർണലിനെ സംബന്ധിച്ചോളം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്കിത് സ്റ്റോക്സിന് വേണ്ടി യൂസ് ചെയ്യാം, ഓപ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫോറക്സിന് വേണ്ടി യൂസ് ചെയ്യാം. പല പ്ലാറ്റ്ഫോംസിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഒന്നാമത്തെ ഫസ്റ്റ് മെറിറ്റ് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. രണ്ടാമത്തെ മെറിറ്റ് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഫ്എക്സ് ഗെയിമിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എഫ്എക്സ് ഗെയിമിന് വേണ്ടി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പ്രോപ്പർട്ടി ഫോംസ് ട്രേഡ് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ പ്രോപ്പർട്ടി ഫോംസ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേറെ ലെയർ വേണമെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് വെക്കാനും and ആ ട്രേഡ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് അതിനെ എക്സിക്യൂഷനിലേക്ക് മാറ്റാനൊക്കെ എന്താണ് കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ നമുക്ക് ഇമേജ് ബൈ ഇമേജ് സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ട്രേഡിംഗ് ജേർണലാണ് സ്ട്രോങ് ജേർണൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗോൾഡ് പോലെ XAUSD പോലുള്ള പെയേഴ്സ് എല്ലാം നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഇതിനകത്തുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബ്രോക്കർ അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ട്രേഡ്സിലെ ആണെങ്കിൽ അതുപോലെ തന്നെ എഡ്ജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ MT4 അതുപോലെ നമ്മുടെ ബ്രോക്കേഴ്സ് ഏതാണ് അതിന്റെ ക്രെഡൻഷ്യൽസ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡാറ്റ നേരെ അത് നമുക്ക് റിയൽ ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ നേരെ ഇതിലേക്ക് വരും, നമ്മുടെ ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു ജേണലിലേക്ക് വരും. ഇതിനകത്ത് അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. വേറൊരു മേജർ ആയിട്ടുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ XAUSD പെയർ പോലുള്ള പെയേഴ്സ് നമ്മൾ ജേണൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇനി ചെറിയ ലോട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ വലിയ ലോട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേറൊരു ഡിമെറിറ്റ്സ് ആയിട്ട് ഞാൻ തോന്നിച്ചാൽ ചില സമയത്ത് ഫ്രീ പ്ലാറ്റ്ഫോം ആയത് കൊണ്ട് തന്നെ ചില സമയത്ത് ഇതിനകത്ത് ഒരു ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഒരു ലോഡ് ആവാനുള്ള ടൈം കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല കൊള്ളാവുന്ന പ്ലാറ്റ്ഫോം ഫ്രീ ആണ്. നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതിന്റെ സൈഡിലെ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു ഒരു മണി അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തമ്മിൽ ഒരുപാട് എന്തുണ്ടാവും, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം ഇതിലേക്ക് വരുമ്പോൾ ഫ്രീ ആണ്, നമുക്ക് കോസ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് നൈസ് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യേണ്ടി പറ്റും. ദെൻ ജേർണലിംഗ് എന്താന്ന് അല്ലെങ്കിൽ ട്രേഡിംഗ് ജേർണലിംഗ് എന്താന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ ജേർണലിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ട്രേഡ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഡെയിലി ട്രേഡ്സ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രേഡ് ജേർണൽ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡർ അയാളുടെ ട്രേഡിംഗ് ജേർണിയിൽ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുന്ന സംഭവമാണ് ട്രേഡ് ജേർണൽ ചെയ്യാന്നുള്ളത്. എന്നാൽ മാത്രമേ ഫ്യൂച്ചർ ട്രേഡിംഗ് ജേർണിനകത്ത് നിങ്ങൾ എവിടെയാണ് വീക്ക് ആവുന്നത്, നിങ്ങൾക്ക് എവിടേക്കാണ് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നത്, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, ട്രേഡ് ജേർണലിരിക്കണം. സിമിലർ ലൈക്ക് നമ്മുടെ ഗ്രാജുവേഷൻ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തോ ടീച്ചേഴ്സ് നമ്മുടെ എക്സാംസ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ഒരു 3 months കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന്റെ എക്സാം അല്ലെങ്കിൽ ക്വാർട്ടർലി എക്സാം, ഇയർലി എക്സാം, എക്സാംസ് ഒക്കെ നമ്മൾ വെക്കുന്നതിനാണ് നമ്മുടെ ഡെവലപ്മെന്റ് മനസ്സിലാവാൻ വേണ്ടിയും നമ്മൾ എവിടെയാണ് വീക്ക് ആവുന്നത് മനസ്സിലാവാൻ വേണ്ടിയും ആ വീക്ക് അനുസരിച്ച് നമുക്ക് കൂടുതൽ ട്രെയിനിങ് തരാനും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ ഞാൻ അൺറേറ്റഡ് ആയിരുന്നു പെർഫോം ചെയ്യും. അപ്പോൾ മാർക്ക് വരുമ്പോൾ ഞാനത് വളരെ വീക്ക് ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് ഏതായിരിക്കും, ആ ടോപ്പിക്കിലേക്കായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ എക്സാംസ് കാര്യങ്ങളെല്ലാം സ്കൂൾ സമയത്ത് വെക്കുന്നെങ്കിൽ ജേർണലിംഗ് അതുപോലെ തന്നെയാണ്. നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് അത് അതിന്റെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു ട്രേഡിംഗ് ചെയ്യുന്നതിനകത്ത് ഞാൻ ജേർണൽ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് റിയൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്റെ എമോഷൻസ് വർക്ക് ചെയ്യുന്നത് എൻ്റർലി ഡിഫറെന്റ് ആണ്.
അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു ട്രേഡ് ഇല്ലാത്ത ദിവസം സാറ്റർഡേ സൺഡേ ആണ് ഞാൻ ചാർട്ടിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എന്റെ മൈൻഡ് കുറച്ചുകൂടി കാം ആണെങ്കിൽ കൂടുതൽ തിങ്ക് ചെയ്യാനും കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിനകത്ത് ജേണൽ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഇന്ന് ചെയ്യുന്ന ജേണൽ ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ സൺഡേസിൽ സാറ്റർഡേ ഞാൻ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ജേണൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്നും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരു ട്രേഡ് ജേണൽ ചെയ്യുന്നതിലുണ്ട്. ദെൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക്സ് അല്ലെങ്കിൽ ഈ സ്ട്രോങ് ജേണലിലെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിനകത്തോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം നിങ്ങളൊരു സ്ട്രോങ് ജേണൽ ആണ് വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഇതാണ് അതിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തുറന്നു വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞത് ലോഗോ കാര്യങ്ങൾ അതുപോലെ ചെറിയൊരു ഡാഷ്ബോർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഗെറ്റ് സ്റ്റാർട്ടറിനകത്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സൈനപ്പ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ സൈനപ്പ് ചെയ്ത് ഗൂഗിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഈ വെബ്സൈറ്റിൽ ഫീച്ചറിൽ എന്തെങ്കിലും കോംപ്രമൈസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ലീക്ക് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു ഇമെയിലും നെയിമോ ഇമെയിലും ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഒരു പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ സൈനപ്പ് ചെയ്യുക. ഓൾറെഡി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സൈനപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് സിമിലർ ലൈക്ക് ഇതുപോലെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്ത് തരാം പറഞ്ഞ് തരാം. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ റീനെയിമി ജസ്റ്റ് ഒരു സേവ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം തുറന്നു വരുമ്പോൾ അതിന്റെ ഇന്റർഫേസ് ഏകദേശം ഈ രീതിയിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ചില ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും. ചില ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഒരു തുടങ്ങുന്ന സമയത്ത് അതിനകത്തുള്ള ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡെമോ അല്ലെങ്കിൽ ഡെമ്മി ജേണൽസ് ആണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് പുതിയ ജേണൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും മനസ്സിലായി. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇന്റർഫേസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതിനകത്ത് ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ജേണൽ ചെയ്യുന്ന ഓരോ ട്രേഡ്സും നിങ്ങൾക്ക് ഇയർ ബൈ മന്തോ അല്ലെങ്കിൽ വീക്സോ അല്ലെങ്കിൽ ലാസ്റ്റ് 3 മന്തോ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദെൻ രണ്ടാമത്തെ സെക്ഷൻ ആണ് ഈ കാണുന്ന ടോപ്പ് ഏരിയ. ഇതിനൊരു റോഡ് മാപ്പ് പോലെ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചാൽ നമുക്ക് കലണ്ടറിന് എന്ത് നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് കാര്യം ഈ പ്ലാറ്റ്ഫോം റിലേറ്റഡ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ നെക്സ്റ്റ് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലാണ്. പിന്നെ വരുന്നത് നിങ്ങളുടെ ഏകദേശം ഒരു എന്താ പറയാ ഒരു അനാലിറ്റിക്സ് ഡാറ്റ. ഇവിടെ നിങ്ങൾക്ക് എത്ര ട്രേഡ് വിൻ ആയി ലൂസ് അതിന്റെ ഏകദേശം നിങ്ങളൊരു പെർസെന്റേജ് കാര്യങ്ങളല്ല നിങ്ങളുടെ ടോട്ടൽ പി എൻ എത്രയാണ് ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അതുപോലെ നിങ്ങൾ ആവറേജ് വിന്നിങ് എത്രയാണ് വരുന്നത് ആവറേജ് ലോസ് എത്രയാണ് ആ ഡാറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കറന്റ് ക്യാപിറ്റൽ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ നിങ്ങൾക്ക് പിന്നെ ഇവിടെ കാണുന്ന സെക്ഷൻസ് ആണ് ഡാഷ്ബോർഡ് ഈ കാണുന്ന സെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് സ്റ്റാറ്റസ് ഐറ്റംസ് നമ്മുടെ ഒരു ഓവറോൾ ഡാറ്റ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ എത്രയാണ് ആവറേജ് മന്ത്ലി ഇങ്ങനത്തെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിക്സിനകത്ത് കാണാൻ പറ്റും. ദെൻ കലണ്ടേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് കലണ്ടർ വൈസ് എടുക്കണമെങ്കിൽ ഓരോ മന്തിനും ഓരോ ദിവസത്തെയും കലണ്ടർ വൈസ് എടുക്കുന്നത് നമുക്ക് എന്തായിരിക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ സെറ്റിംഗ്സ് നിങ്ങളുടെ ബേസിക് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പിൽ ഇരിക്കുക വെച്ചാൽ ഫ്രീ പ്ലാറ്റ്ഫോംസ് ആണ്. സപ്പോർട്ട്സ് ഒക്കെ എത്രത്തോളം കിട്ടുന്നൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ ആണ് ന്യൂ ട്രേഡ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ ന്യൂ ട്രേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക ന്യൂ ട്രേഡ്സ് കൊടുക്കുന്നത്. നമ്മൾ ജേണൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക ന്യൂ ട്രേഡ്സ് കൊടുക്കുന്നത്. ദെൻ ന്യൂ സെറ്റപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ, പക്ഷെ പ്രൈസ് അവിടെ എത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു നമ്മുടെ ലിമിറ്റ് ഓർഡർ നമ്മൾ ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് അല്ലെങ്കിൽ ബൈ സെൽ നോട്ട് സെൽ അങ്ങനെ ഓർഡർ സെറ്റ് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കില്ലേ. നമ്മൾ ആ പ്ലാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. പ്രൈസ് അവിടെ വരില്ല, വന്ന് ട്രിഗർ ആയാൽ മാത്രം നമുക്ക് എന്താ ട്രേഡ് ആയിട്ട് കാണിക്കേണ്ടത് ആവശ്യമില്ല. അപ്പൊ അത്തരം കാര്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ട്രേഡ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക ന്യൂ സെറ്റപ്സിനകത്ത് കൊടുക്കുക. ദെൻ നമുക്ക് ന്യൂ നോട്ട് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ജേണൽ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡാറ്റാസ് ഇതിനകത്ത് റെക്കോർഡിംഗ് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം ന്യൂ നോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് കീപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എങ്ങനെ ഒരു എന്താ പറയാ ഒരു ട്രേഡ് അല്ലെ ഒരു ട്രേഡിന്റെ ജേണൽ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം. സോ ബാക്ക് ടു പ്ലാറ്റ്ഫോം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ന്യൂ ട്രേഡിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂ ട്രേഡിനകത്ത് വന്നു വെച്ചാൽ ഇതാണ് അതിന്റെ ഒരു ഏകദേശം ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞത്.
ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. ഏതാണ് പെയർ, ടാർഗറ്റ് എത്രയാണ്, സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ദെൻ ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. സപ്പോസ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഇൻട്രാഡേ ചെയ്യുന്നതും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതും ഫോറക്സിലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫോറക്സ്, നിങ്ങൾക്ക് ഫോറക്സിലെ സ്റ്റോക്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, ഫോറക്സ് സെലക്ട് ചെയ്തു. ദെൻ ഒരു പെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ODUSD ഒരു ഡാറ്റ പ്രകാരം ഇതിപ്പോൾ ODUSD ഡെയിലിന്റെ സപ്ലൈ സോൺ ആണ്. ഓക്കെ, നമുക്കതൊരു ഷോർട്സിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെയർ ഏതാണ്, ODUSD. ഓക്കെ, ODUSD. ദെൻ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും. അപ്പൊ ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്ത് 15 മിനിറ്റ്സിലാണ്. സോ ജസ്റ്റ് പോവാ ആൻഡ് എൻട്രി ബ്രേക്കറിലാണ് വരുന്നത്. സോ എൻട്രി ചെയ്യാം, സെൽ അബോവ് ദ പ്രൊട്ടക്റ്റഡ് ഹൈ. ടാർഗറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വെക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോർവേറിന്റെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെക്കാം, സംവെയർ ഓൺ ഹിയർ. എക്സ്റ്റേണൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് അത് ഡെയിലിയുടെ ആണ്, സോറി. അല്ല, ഫോർവേറിന്റെ തന്നെയാണ് ഡെയിലി താഴെ കിടക്കുന്നത്. ഫോർവേറിന്റെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെക്കാം. അത് നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് ഏതാണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാസ്ക് വെക്കാം. ജസ്റ്റ് 15 മിനിറ്റിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുമ്പേ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. സപ്പോസ് നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ, ഓക്കെ, ടാർഗറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ടാർഗറ്റ് എവിടെയാണ് കിടക്കുന്നത്, എൻട്രി എവിടെ, എൻട്രി ഹിയർ. സോ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തിനേക്ക് മാർക്ക് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഡാറ്റ നമുക്ക് എന്താണ്, എവിടെയാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ടാർഗറ്റ് പ്രൈസ് എത്ര വരുന്നത്, പ്രോഫിറ്റ് ലെവൽ. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യാം, നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നത്, 6.65 ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. നേരെ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത കാര്യം, നമ്മൾ എന്നാണ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നാ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള 13th മെയ് വെച്ചാൽ ഇന്നലെ. ടൈം എപ്പോയാ, 20:50. ഓക്കെ അല്ലേ, 13th മെയ് 20:50. ഡേറ്റ് എന്ത് ചെയ്യാം, 30th മെയ്. ടൈം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 20:50 ടൈം എത്ര, 50. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എവിടെയെങ്കിലും പുറത്ത് ക്ലിക്ക് ചെയ്ത് ഈ ബോക്സിനകത്ത് എവിടെയും ക്ലിക്ക് ചെയ്യാം. പിന്നെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കും, ഇവിടെ ഒരു കാര്യം ചെയ്യുന്നത്, നമ്മളിവിടെ ആക്ച്വലി ഷോർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്, ഷോർട്സിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. സോ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ എന്താണ്, ബൈ ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് എന്നൊരു ഓപ്ഷൻ ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി പറ്റും. അപ്പോൾ ഷോർട്സിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യാം. എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ലോട്ട് അല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ യൂണിറ്റ്സ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ലോട്ട് വെച്ചാൽ നമുക്ക് മിനി, മൈക്രോ, സ്റ്റാൻഡേർഡ്, അങ്ങനെ പല ലോട്ട്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരു 2 or 3 ഡിജിറ്റ്സ് മാത്രം അടങ്ങുന്ന സംഭവമാണെങ്കിൽ നമ്മൾ യൂണിറ്റ്സ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. അപ്പൊ ഈ യൂണിറ്റ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോ ഫോറക്സ് കറൻസീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ സൈസ് ഇപ്പൊ ഇത് യൂസ് ചെയ്യാം. MyFX ബുക്കിന്റെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിക്കി എഫക്സിന്റെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. വിക്കി എഫക്സിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഗോൾഡ് പൊസിഷൻ കാൽക്കുലേറ്ററിന് കുറച്ചുകൂടി ബെറ്റർ വിക്കിയാണ്. നമുക്ക് MyFXന്റെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ കുറച്ച് ഹാർഡാണ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ വിക്കി എഫക്സ് കുറച്ചുകൂടി സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഫോർ എക്സാമ്പിൾ ODUSD ആണ് നമുക്ക് വേണ്ടത്. ODUSD എന്റെ കറൻസി ഏത് കറൻസിയിലാണ് എന്റെ അക്കൗണ്ട് എൻട്രി, അപ്പോൾ ഞാൻ USD-യിലാണ് നിൽക്കുന്നത്. അക്കൗണ്ട് സൈസ് സപ്പോസ് നിങ്ങളൊരു ഫണ്ടിങ് ടിപ്സിന്റെ ഒരു പ്രോപ്പർട്ടി ഫേംസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ MyFX ഒരു $10,000 അക്കൗണ്ടിലാണ് നിങ്ങൾ ട്രേഡ് നയിക്കുക. $10,000 നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര പോയിന്റ് ആണ് നിങ്ങൾക്ക് SL വരുന്നത്, 6.65 നമുക്ക് SL വരുന്നത്, 6.65. ദെൻ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. റിസ്ക് മാനേജ്മെന്റ് എത്രയാണ് ഞാൻ എന്റെ 10,000 അക്കൗണ്ട് ഇതിനകത്ത് റിസ്ക് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ 1% റിസ്ക് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ കോൺട്രാക്ട് ഒന്നും കൂടെ ജസ്റ്റ് കാൽക്കുലേറ്റ് കൊടുക്കാം. കാൽക്കുലേറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂണിറ്റ്സ് കാണും. ഇതാണ് നിങ്ങളുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ലോട്ടിലേക്ക് വരുമ്പോൾ എത്ര ലോട്ടാണ്, 1.52 ലോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്ന യൂണിറ്റ്സിൽ എത്രയാണ് വരുന്നത്, 15.15 ആണ് നിങ്ങൾക്ക് എന്തെടുക്കേണ്ടി പറ്റുക, യൂണിറ്റ്സ് എടുക്കാൻ. ഇതൊന്നുകൂടി ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ, ഓക്കെ, സെയിം USD അല്ല, വലിയ ഡിഫറെന്റ് ഉണ്ടാവില്ല. ODUSD അക്കൗണ്ട് സൈസ് $10,000 ആണ്. ഓക്കെ, എത്ര പെർസെന്റ് റിസ്ക് ചെയ്യുന്നത്, 1%, 6.60. നെക്സ്റ്റ് കാൽക്കുലേറ്റ് എടുക്കുക, കണ്ടോ, 15.15. ഇത്രയാണ് നമുക്ക് എന്തിനാ ആ ട്രേഡിനകത്ത് എക്സ്പീരിയൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂണിറ്റ്സ് കാണുന്ന പ്രൈസിന്റെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക, എന്നിട്ട് നേരെ ഇവിടെ വരിക, സ്ട്രോങ് ജേണലിനകത്ത് വരിക, യൂണിറ്റ്സിന്റെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രൈസ്
ഇത്രയിലാണ് നിങ്ങൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്ത പ്രൈസ് വാല്യൂ എത്രയാണ്? 0.625. ജസ്റ്റ് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. പിന്നെ നേരെ ഇവിടെ എന്തെടുക്കുക? പേസ്റ്റ് കൊടുക്കുക. ദെൻ ഫ്രീ. ഇത് നമ്മൾ ആക്ച്വലി ഫീ, നമ്മുടെ സ്വാപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമ്മീഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ട്രേഡിന്റെ എൻട്രായി, ഇത് എക്സിറ്റ് ആവണ്ടേ? എക്സിറ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്ലസ് ബട്ടൺ കണ്ടി കാണുന്ന ഏരിയയിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ അടിക്കുക. അപ്പൊ നിങ്ങളിവിടെ സെല്ലാണ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എക്സിറ്റ് ഓർഡർ ഏതായിരിക്കും? ബൈ ഓർഡർ ആയിരിക്കില്ലേ? സെയിം ഡേയിൽ തന്നെ വരുന്നത്. നമ്മളെ സപ്പോസ് നമ്മൾ ടാർജറ്റ് എവിടെ കിടക്കുന്നുണ്ടായിരുന്നത്? ഇവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ ആക്ച്വൽ ടാർജറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോ പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്ന ആളാണ് വെച്ചോ. വെച്ചാൽ നിങ്ങളുടെ ആക്ച്വൽ ടാർജറ്റ് എവിടെ കിടക്കുന്നത്? ഇവിടെ. പക്ഷെ പ്രൈസ് സപ്പോസ് ഈ ഒരു കാണുന്ന വാല്യൂയിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യാണ്, അവിടെ വെച്ചിട്ട് കുറച്ച് പൊസിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം നിങ്ങൾ വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ വെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ് അല്ലെങ്കിൽ മൊത്തം പൊസിഷൻസ് നിങ്ങൾ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം വെച്ചോ. സോ ഒരു പ്രൈസ് വാല്യൂ എത്ര വരുന്നത്? വിസിബിലിറ്റി, സോറി, കോർഡിനേറ്റ്സ് 0.65996. ഇതിലാണ് നിങ്ങൾ എന്തിന് എക്സിറ്റ് ചെയ്യുന്നത് വെച്ചോ. നിങ്ങളുടെ എക്സിറ്റ് പ്രൈസ് നിങ്ങളുടെ കൊടുക്കുക. യൂണിറ്റ്സ് നിങ്ങൾ സപ്പോസ് നിങ്ങൾ പാർഷ്യൽസ് ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പറഞ്ഞ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എത്രയാണോ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന പാർഷ്യൽസ്, എത്രയാണോ എത്ര പൊസിഷൻസ് ആണ് നിങ്ങൾ അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിന്റെ ശേഷം നിങ്ങൾ ബാക്കിയുള്ള പൊസിഷൻസ് ഇവിടെ വീണ്ടും പ്ലസ് ബട്ടൺ നിൽക്കുക, നേരെ മാറ്റിയിട്ട് ബൈ തന്നെ കൊടുക്കുക. എൻട്രി പ്രൈസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. യൂണിറ്റ്സ് എക്സസ് വരുന്ന യൂണിറ്റ്സ് എത്രയാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് പ്രൈസാണ് എക്സസ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരെ അടിച്ചതായിക്കോളും. അപ്പോൾ കറന്റ് ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? മൊത്തം പൊസിഷൻസ് എക്സിറ്റ് ചെയ്യണം. അതുകൊണ്ട് മൊത്തം പൊസിഷൻസ് ഞാൻ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്ത് എന്ത് ചെയ്യും? സേവ് കൊടുത്താണ്. സോ സേവ് എടുക്കുന്ന സമയത്ത് ആ ഡാറ്റ ഇവിടെ വരും. ആ ഡാറ്റ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എത്ര ഡോളർ നിങ്ങൾക്ക് പ്രിഫറൻസ് 346.97. ചെറിയ വേരിയേഷൻ ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഇതിനകത്ത് വരുന്നില്ല. ചെറിയ വേരിയേഷൻ അകത്ത് ഉണ്ടാവും. 346.97 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന റിസ്ക് വന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യണം എന്ന് വെച്ചോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ചെക്ക്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ജേണൽ എന്നുള്ള ഓപ്ഷൻ കൂടി കാണാൻ വേണ്ടി പറ്റും. ഈ ജേണലിനകത്താണ് നമ്മൾ എന്തുകൊണ്ട് ഈ ട്രേഡേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ടാക്സ് അറിയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ഓഡിയോ വേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് ഫിൽറ്റർ ചെയ്തിട്ട് എനിക്ക് ഓഡിയോ വേസ്റ്റ് എന്ന ടാഗ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നോട്ട്സ്, ഈ നോട്ട്സിനകത്താണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ട്രേഡിനെ നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക, എന്തുകൊണ്ട് ഞാനിവിടെ ട്രേഡ് എടുക്കും? ജസ്റ്റ് ഞാൻ ട്രേഡ് എടുക്കാൻ കാരണം വെച്ചാൽ എന്താണ്? ഞാൻ ജസ്റ്റ് ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിയിൽ എന്താണ് മാർക്കറ്റ്? എനിക്ക് വീക്കിലി ബിയറിഷ് ആണ്. വീക്കിലി ബേസിൽ പ്രൈസ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ബിയറിഷ് ട്രേഡിംഗ് മീൻസ് ഡെയിലിന്റെ ബേസിൽ ഒരു ബിയറിഷ് ട്രേഡിംഗ് ആണ്. ജസ്റ്റ് വീക്കിലിയിലേക്ക് പോവാം. വീക്കിലി എന്റെ പെർസ്പെക്ടീവ്സ് നോക്കാം. വീക്കിലി ഓൾറെഡി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് കൗണ്ടർ ട്രെൻഡിന്റെ ബേസിൽ ബുള്ളിഷ് ആണ്. സോ റീസെന്റ് പ്രൈസ് സെഷൻ പ്രകാരം വീക്കിലി എന്താണ് ഫേക്ക് കോസ്റ്റ്? സോ എനിക്ക് ജസ്റ്റ് എന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ആവശ്യം ഉണ്ടാവും. ചില നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അറ്റാച്ച് ആഡ് ചെയ്യണം. പിന്നെ നേരെ എന്ത് ചെയ്യാം? ഡെയിലിലേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ വീക്ക്ലി, ഓക്കെ, വീക്ക്ലി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ബോൾഡ് ഉണ്ട്, ലെഫ്റ്റ്, സെന്റർ, ഹെഡർ, നിങ്ങൾക്ക് 1 2 3 കോർട്സ്, നിങ്ങൾക്ക് യാ സ്പേസ് ഉണ്ടെങ്കിൽ, ലിങ്ക്സ് എന്തെങ്കിലും ആണെങ്കിൽ, ഇമേജസ് എന്തെങ്കിലും ഇതിനകത്ത് ആഡ്. ജസ്റ്റ് എന്ത് ചെയ്യുക? വീക്ക്ലി ഞാൻ ഓരോ ടൈം ഫ്രെയിമിന്റെ ബേസിൽ വീക്കിലി ഞാൻ നോക്കുന്നത് ജസ്റ്റ് എന്ത് വീക്കിലി എന്റെ ബോൾഡ് ആക്കി എനിക്ക് സെന്ററിലേക്ക് ഞാൻ ജസ്റ്റ് സെന്ററിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സെന്റർ അടിക്കുക. അപ്പൊ എൻ്റർ അടിക്കുമ്പോൾ സെന്ററിനായിരിക്കും വരിക. നിങ്ങൾക്ക് അത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അവിടെ നിങ്ങൾക്ക് 1 2 3 കോളംസ് മീൻസ് ഡോട്ട്സ് ഇട്ട് വെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം. സോ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വീക്ക്ലി എന്താണ്? അത് ബോൾഡ് ആയിരിക്കും. ജസ്റ്റ് അത് മാറ്റിയിട്ട് നോർമൽ ക്യാരക്ടർ നിങ്ങൾക്ക് നോർമലിലേക്ക് മാറ്റാം. വീക്കിലി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എനിക്ക് വീക്കിലി മനസ്സിലായ കാര്യം എന്താണ്? റീസെന്റ് പ്രൈസ് ആക്ഷന്റെ ബേസിൽ വീക്കിലി മാർക്കറ്റ് എന്താണ്? ബെയറിഷ് ആണ്. നെക്സ്റ്റ് ഞാൻ ഏത് ടൈം ഫ്രെയിമിലേക്ക് പോയി? ഡെയിലി. ഡെയിലി എനിക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ടൈം ഫ്രെയിമിലും മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോട്ട് ചെയ്യാം. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് എന്താണോ നെക്സ്റ്റ് മനസ്സിലായത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഡെയിലി ഡെയിലി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്നിട്ട് വീക്കെൻഡ് ബേസിൽ എനിക്ക് എന്ത് ഡെയിലി പ്രൈസ് എന്തെങ്കിലും ട്രേഡ് മീൻസ് അപ്പൊ എനിക്ക് മനസ്സിലായ എല്ലാ ഇൻഫർമേഷൻസ് ഇവിടെ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് ഇവിടെ ഇമേജസ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ ഇമേജ് എന്ത് ചെയ്യാം? ഇവിടെ അപ്ലോഡ് ചെയ്യാം. വീക്കിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡെയിലിയിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഡെയിലിയിൽ ബിയറിഷ് ട്രേഡിംഗ് റേഞ്ച് ഉണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടൈം ഫ്രെയിംസിനെയും പോയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻട്രി ബിഫോർ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രീമിയം ഉള്ളവർക്ക് നമുക്ക് ബിഫോർ ആഫ്റ്റർ ഫുൾ ആയിട്ട് ആഡ് ചെയ്യാം. അല്ലാത്തവരൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമിലർ ഈ ഒരു ഏരിയ എത്രയോ ഏരിയ ഹൈഡ് ചെയ്ത് വെക്കുക, നമുക്ക് ബിഫോർ കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ജസ്റ്റ് ബിഫോർ കൊടുക്കുക, നേരെ ഈ ഭാഗം വെച്ചിട്ട് ആഫ്റ്റർ കൊടുക്കുക. സോ ആ ഡാറ്റ ഒക്കെ ഇതിനകത്ത് ബിഫോർ ഓക്കെ. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ഈ ഒരു ഇമേജിന്റെ ചിഹ്നം കണ്ട വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഡെയിലിന്റെ ബേസിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയും ചെയ്യാം, ഓർ ഇങ്ങനെയും ചെയ്യാം, രണ്ട് രീതിക്കും ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ്, എന്തെല്ലാം കോൺഫിഡൻസിന്റെ ബേസിലാണ് നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്, ആ കോൺഫിഡൻസ് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം, ദെൻ ജസ്റ്റ് സേവ് കൊടുക്കാം. ഓൾ ഡൺ, ഇത്രയേ ഉള്ളൂ. സോ ആ ട്രേഡ് എന്താ നിങ്ങൾക്ക് റെക്കോർഡായി. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക നിങ്ങൾ റിസ്ക് കാർഡ് എത്ര പേഴ്സൻറ്റ് 3.47 ആറാം റിസ്ക് പെർസെൻറ്റേജ്, ടാർജറ്റ് എവിടെയാണ്. പക്ഷെ ഇത്ര ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇന്നാണ് ട്രേഡ്, എനിക്ക് ഞായറാഴ്ച തന്നെ ട്രേഡ് നോക്കി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ട്രേഡ് എന്തുകൊണ്ട് എടുത്ത ആ ഡാറ്റാസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഓരോ ഇമേജും എടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, ഡാറ്റ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു അഡ്വാൻസ് ഫീച്ചർ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ട്രോങ് ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോലും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്, ഈ സ്ട്രോങ് ജേൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബൈ ആണ്, ഇതുപോലെ സെയിം സംഭവത്തിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ന്യൂ ട്രേഡ് കൊടുക്കുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, ഡേറ്റ് കാര്യങ്ങൾ ബൈ ജസ്റ്റ് സിറ്റ് ആകുമ്പോൾ സെൽ ഓർഡർ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് കീപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം, ഇവിടെ ഒരു മൗസിന് കേസ് കൊണ്ട് നിങ്ങൾക്ക് ആ ഡാറ്റ എന്ത് ചെയ്യും, ഇവിടെ അവൈലബിൾ ആയി, നിങ്ങൾക്ക് ജസ്റ്റ് അത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ടാക്സ് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ്. then അടുത്തൊരു ഓപ്ഷനാണ് ന്യൂ സെറ്റപ്പ്. ന്യൂ സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഓക്കെ, പക്ഷെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സെയിം ട്രേഡ് പ്രൈസ് അവിടെ വന്നിട്ടില്ല, ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൈസ് റീസെന്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്ന ഹൈ ടൈം ഫ്രെയിം പ്യൂർ ടൈപ്പ് നിൽക്കുകയാണ്. പക്ഷേ അതിന്റെ നേരത്തെ പോലെ തന്നെ ഇമേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ന്യൂ ട്രേഡ്സിനകത്ത് പോവുക, ഇവിടെ എന്താ ലോങ് ആണ് ഷോർട്ട് ആണ്, വേറെ ഏതാണ് ഓടെ USD. എൻട്രി പോയിന്റ് ജസ്റ്റ് കോപ്പി ചെയ്യാം. എൻട്രി ഞാൻ എവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രൈസിൽ തന്നെയാണ്. സോ എൻട്രി ചെയ്യുക, ജസ്റ്റ് എൻട്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടാർജറ്റ് പിന്നെ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത്, ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടാക്സ് ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ. പക്ഷെ നേരത്തെ നിങ്ങൾ നോക്കും, നേരത്തെ ഈ രീതിയിലാണ് ഇതിന്റെ ഇന്റർഫേസ് എങ്കിൽ ഇപ്പൊ കാണുന്ന ഇന്റർഫേസ് എങ്ങനെയാണ്, ഈ രീതിയിലാണ്. കറന്റ് ഈ ട്രേഡ് എന്തല്ല, റണ്ണിങ് അല്ല, റണ്ണിങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് സെറ്റപ്പ് ചെയ്ത് വെക്കാണ്. ഇൻ കേസ് അത് ട്രേഡിൽ നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചു, പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ഓപ്ഷൻ കണ്ടോ, സിങ്ക് ചെയ്യാൻ പോലത്തെ ഒരു ഓപ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ മതി, എക്സ് എന്ത് ചെയ്യും, ക്ലോസ് ഓഫ് ജസ്റ്റ് എന്ത് ചെയ്യാം, സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ലോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന അവിടെ അല്ലെ, ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ട്രേഡ് കൊടുക്കാം, ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിക്കോളും, ട്രേഡിലേക്ക് കൺവേർട്ട് ആയിക്കോളും. ആ ട്രേഡ് ഇപ്പോൾ ഓപ്പൺ കാണിക്കാൻ കാണിച്ചാൽ ആ ട്രേഡ് ഇപ്പൊ എന്താണ്, റണ്ണിങ് ആണ് അല്ലെ. എക്സിറ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്ലസ് കൊടുക്കുക, ബൈ ഓർഡർ കൊടുക്കുക, നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നത്. അത് ചെയ്ത പോലെ എക്സിറ്റ് പ്രൈസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണം കഴിഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കാം, ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് എന്തായിട്ട് മാറും, ഓർഡർ ആയിട്ട് ചേഞ്ച് ആവും. പിന്നെ സപ്പോസ് നിങ്ങൾ ചെയ്ത ജേണൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് കൊടുക്കാം, ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ജേണൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്, വളരെ സിമ്പിൾ ആണ്. ന്യൂ നോട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റാസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മോഡ് കൊടുക്കാം, മാർക്കറ്റ് കണ്ടീഷൻ വോളറ്റൈൽ ആണോ അല്ല റേഞ്ച് ആണോ, അപ്റ്റൻഡാണോ ഡൗൺ ട്രെൻഡ്, റേഞ്ച് ആണ്, മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി, മാർക്കറ്റിന്റെ മൂഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, അത് ഫ്രീ ആണെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യാവുന്ന ഇവിടെ നിങ്ങൾക്ക് ഒരു കോഫിയുടെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് $1 $2 $10 നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡൊണേറ്റ് ചെയ്യാവുന്ന. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം. പിന്നെ ഞാൻ നേരത്തെ കാര്യം നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ പെൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഫണ്ടിങ് ടിപ്സിലാണ് ഫണ്ടിങ് ടിപ്സ്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് എത്രയാണ് നിങ്ങൾ ഫണ്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് പ്രൈമറി അക്കൗണ്ട് കൊടുക്കാൻ ഡിഫോൾട്ട് ആയി ക്യാൻസൽ ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നാണ് നിങ്ങളെ ഡേറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. സപ്പോസ് നിങ്ങൾ 1-ാം തീയതിയാണ് അക്കൗണ്ട് എടുത്തതെന്ന് വെച്ചോ, നിങ്ങൾ 10,000 ഒക്കെ 10,000 കാലം എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിനകത്ത് ട്രേഡ് ചാൻസ് അതിനകത്ത് പോലെ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിക്കോളും, ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ക്യാൻസൽ ആയി പോയിക്കോളും. സോ ഇത്രയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. ഇതിന്റെ ലിങ്ക്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിനകത്ത് ഞാൻ എന്ത് ചെയ്ത് വെക്കാം, പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന, നിങ്ങൾ ഫോറക്സ് ആണ്, ക്രിപ്റ്റോ ആണ്, സ്റ്റോക്സ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അവിടെ ട്രേഡിംഗ് ചെയ്യുന്നതിനകത്ത് അവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കൂടുതൽ എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എലമെന്റിൽ ഞങ്ങളൊരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബ്രോക്കറിനകത്ത് നമ്മൾ പറഞ്ഞത് നിശ്ചിത എമൗണ്ട്, ചെറിയൊരു ക്യാപിറ്റൽ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ വോട്ടിംഗ് ഓൾറെഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ വോട്ടിങ്ങിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ട്രേഡിംഗ് ചാലഞ്ചിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും ടോപ്പിൽ ആരാണ്, നമ്മളൊരു 1-2-3 ഒരു പ്രൈസ് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ വെച്ചാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഫണ്ടഡ് അക്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ലൈവ് അക്കൗണ്ട് അല്ല. ഒരു അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും, അവർക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാം, അവർക്ക് പാസ്സാക്കാം. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു സിംഗിൾ അക്കൗണ്ട് കൊടുക്കാന്നുള്ളതാണ്. പിന്നെ തിങ്ക് ചെയ്തു ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇൻ കേസ് അപ്പൊ 1-2 പ്രൈസ് വാല്യൂ സെയിം അക്കൗണ്ടിലുള്ള സെയിം പ്രൈസ് വാല്യൂ നമ്മൾ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീൻസ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കമ്മിങ് ഡേയ്സിൽ അറിയണമെങ്കിൽ ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഞാൻ കമന്റ് ബോക്സിനകത്തൊരു നമ്മുടെ വാട്സപ്പ് ചാനൽ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാം, പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആ ഒരു വാട്സപ്പ് ചാനലിനകത്ത് ജോയിൻ ചെയ്തിട്ട് ഞാനകത്തൊരു 1-2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എന്താ റേറ്റ് ചെയ്താൽ വെച്ചാൽ എത്രയാണ് അക്കൗണ്ട് സ്റ്റാർട്ടിംഗ് മിനിമം ബാലൻസ് വെക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതിന്റെ റൂൾസും റെഗുലേഷൻസും സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചെയ്യുന്നത്, മാക്സിമം റെസ്ട്രിക്റ്റ് അല്ലാതെ കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ താജിട്ടൊന്നുമല്ല, ഏറ്റവും ഹയസ്റ്റ് ആരാണോ എത്തുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആരാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് അച്ചീവ് ചെയ്യുന്നത്, അവർക്ക് ആ ഒരു അവസാനത്തെ ഒരു 1-2 അല്ലെങ്കിൽ ആ ഫസ്റ്റ് നിൽക്കുന്ന ഒരു 1-2-3-4 ആളുകൾക്ക് പൈസ കൊടുക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ വിചാരിക്കുന്നത് എല്ലാ മാസം ഇതുപോലെ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ ചെയ്യാനൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അറിയില്ല നടക്കുമെന്ന്, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ അത് ഹോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം, കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വാട്സ്ആപ്പ് ചാനലിനകത്ത് ജോയിൻ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യാം. ഇതിന്റെ റൂൾസും റെഗുലേഷൻസും അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എലമെന്റൽ സ്റ്റുഡൻസിന് വേണ്ടില്ല, നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾ സിംഗിൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും നമ്മൾ വെക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ എലമെന്റൽ ട്രേഡിംഗിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിനകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. So anyway, thank you so much for watching this video.